ഹായ് ഓൾ, ട്രാവൽ നോട്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിതിൻ. ഇന്ന് ഞങ്ങൾ കുമാട്ടി ചെരു വഴി ഒന്ന് പോകുവാണ്. നേരത്തെയും ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്, പല തവണ പോയതിന്റെ വീഡിയോ ഞങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം പോകുന്ന വേറെ ഒന്നുമല്ല, കുമാട്ടി ചെരു കാണാനല്ല, ആ ഒരു ഡ്രൈവും അതുപോലെ തന്നെ ആ കാഴ്ചകളൊക്കെ കാണാനും. അതുപോലെ തന്നെ ഞങ്ങൾ പുതിയൊരു വണ്ടി വാങ്ങിച്ചായിരുന്നു. ഇപ്പോൾ 2 ആഴ്ചയാകുന്നു. പഞ്ചീവി, ടാറ്റ പഞ്ചീവി ആണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഞ്ചും കൂടെ ഒന്ന് നോക്കാം, ആ ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടി വാങ്ങിക്കാനായിട്ടൊരു കാരണമുണ്ട്, വേറെ ഒന്നുമല്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 മാസം മുൻപ് ഞാൻ ഏത്തറിൻ്റെ EV സ്കൂട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതൊന്ന് യൂസ് ചെയ്തപ്പോൾ എക്കണോമിക്കലാണ്. അപ്പോൾ ആ ഒരു സുഖം പിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ കാറും കൂടെ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച് വാഗനർ ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല വണ്ടിയായിരുന്നു, നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്, പക്ഷേ നല്ല എക്കണോമിക്കലാണ് EV. അപ്പോൾ EVയിലേക്ക് വന്നു. അങ്ങനെ ടാറ്റ പഞ്ച് EV ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റും കൂടിയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നത്. ഏകദേശം 102 കിലോമീറ്ററാണ് കുമാട്ടിച്ചേരി ഇവിടെ നിന്നുള്ളത്. അപ്പോൾ ടു ആൻഡ് ഫ്രോ വിത്തൗട്ട് ചാർജിങ് പോയി വരാമെന്നാണ് വിചാരിക്കുന്നത്. വണ്ടിയിൽ ഇപ്പോൾ ഇന്നലെ രാത്രി ചാർജ് ചെയ്യാനായിട്ട് കുത്തിയിട്ടു. 100% ചാർജ് ആയിട്ടുണ്ട്. 298 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഈ വണ്ടിക്കകത്ത് ഡിഫറെൻറ്റ് മോഡുണ്ട്. നമ്മൾ മോഡ് മാറ്റുന്നതിനനുസരിച്ച് നമ്മുടെ ഈ വണ്ടിയുടെ കിലോമീറ്റർ റേഞ്ചിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇത് എക്കോ മോഡ്, സ്പോർട്സ് മോഡ്. അപ്പോൾ ഇത് മാറ്റുമ്പോൾ ഈ റേഞ്ചിനുള്ള റേഞ്ചിൽ വ്യത്യാസം വരും. അപ്പോൾ ഇത് കിടക്കുന്നത് സിറ്റി മോഡാണ്. ഇത് നമ്മൾ എക്കോ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 316 കാണിക്കുന്നു. അതുപോലെ തന്നെ സ്പോർട്സ് മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 283 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇത് രണ്ടും ആക്ടിവേറ്റ് അല്ല. സിറ്റി മോഡാണെങ്കിൽ 298. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു യാത്രയിൽ, ഞങ്ങൾ ഈ പോയി വരുന്ന യാത്രയിൽ 200-210 കിലോമീറ്റർ ആയിരിക്കും ഏകദേശം, അല്ലെങ്കിൽ 220 കിലോമീറ്റർ ആയിരിക്കും. ബാക്കി എത്രയുണ്ടാകും, ഏതായാലും പോയി വരുമ്പോൾ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കോമാട്ടിച്ചേരി ഇതിനു മുമ്പ് 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അതുകൊണ്ട് കോമാട്ടിച്ചേരി കാണാനല്ല ഞങ്ങൾ പോകുന്നത്, ജസ്റ്റ് അങ്ങോട്ടുള്ള വഴികൾ, ആ ഡ്രൈവ് ഒക്കെ നല്ല രസമാണ്. അപ്പം അതൊക്കെ ഒന്നും കൂടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് തിരഞ്ഞെടുക്കാൻ കാരണം. അതെ, വഴി ഡ്രൈവിന് പറ്റിയ വഴിയാണ്, നല്ല വഴിയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വഴിയിലുള്ള കാഴ്ചകളും കൃഷികളും ഒക്കെ കണ്ട് പതുക്കെ പോയി വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇത് ഞങ്ങളുടെ ടൗൺഷിപ്പിൻ്റെ അമ്പലമാണ്, അതുപോലെ തന്നെ ചർച്ച്, അതുപോലെ തന്നെ മോസ്ക്. ഇത് 3ഉം അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഗൈസ്, ഫ്രണ്ടിൽ ഞങ്ങൾ പോകുന്നു, അതുപോലെ തന്നെ ബാക്കിൽ വിൻസർ പോകുന്നു. ഇപ്പോൾ എവിടെ നോക്കിയാലും EV വണ്ടികൾ ഒത്തിരി ഇറങ്ങിയിട്ടുണ്ട്. വിൻസർ ഞങ്ങളുടെ ടൗൺഷിപ്പിൽ ഇപ്പോൾ ഒരു 2-3 വണ്ടി വന്നിട്ടുണ്ട്. വിൻസറാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര അങ്ങനെ തുടരുന്നു. ഈ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഞങ്ങളൊന്ന് വിട്ടുപോയത്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പ്രിൻ്റ് എടുത്ത് വെച്ചിരുന്ന, പക്ഷേ ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട് വിട്ടുപോയി. ഇപ്പോൾ ഇടയ്ക്ക് പോകുന്ന സമയത്തൊക്കെ അകത്ത് വെക്കാറുള്ളൂ, പക്ഷേ ആ കാര്യം വിട്ടുപോയി. അങ്ങനെ ഇത് ആവശ്യമാണ്. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് നമ്പർ കിട്ടിയിട്ടില്ല വണ്ടിക്ക്. ഈ വീക്കെൻഡ് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. സ്ലോട്ട് ബുക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മൾ തന്നെ ചെന്ന് വണ്ടി അവിടെ കാണിക്കണം, RTOയിൽ കാണിച്ച്. എനിക്ക് തോന്നുന്ന നാട്ടിലെ നമ്പർ ഉൾപ്പെടെയാണെന്ന് തോന്നുന്നു വണ്ടികളൊക്കെ ഡെലിവറി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ടെമ്പററി നമ്പറിൽ തന്നെയാണ് നമുക്ക് വണ്ടി ലഭിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ദിവസം കാര്യങ്ങളൊന്ന് ചെയ്യണം.
ഈ ഒരു വണ്ടി എടുക്കാൻ കാരണം തന്നെ ഏത്തർ എടുത്തത് കൊണ്ടാണ്. അപ്പോൾ ഏത്തർ എടുത്ത സമയത്താണെങ്കിലും എനിക്ക് അധികം ഇൻഫർമേഷൻ യൂട്യൂബിലൊന്നും കിട്ടിയില്ല. ഞാൻ വീഡിയോ അങ്ങനെ ഇട്ടു ഏത്തറിൻ്റെ, അതിന് നല്ല റെസ്പോൺസ് വന്നു, ഒത്തിരി കമൻറ്റ്സ് വന്നു. മിക്കവാറും കമൻറ്റ്സിന് റിപ്ലൈ ചെയ്യാനായിട്ട് പറ്റി, അതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷേ മിക്കവാറും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നു. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ടാറ്റ EV പഞ്ചിനെ കുറിച്ചും ഒത്തിരി ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. മിക്കവാറും ആൾക്കാർ ഇങ്ങനൊരു പ്ലാനിങ്ങിലേക്ക് വരാൻ കാരണം തന്നെ നേരത്തെ EV ഉപയോഗിച്ച് സ്കൂട്ടേഴ്സൊക്കെ ഉപയോഗിച്ച് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അപ്പോൾ പല കാര്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് ഞാനും ഒത്തിരി സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇടാവുന്നതാണ്. അപ്പോൾ ആ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ ആ വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ടൗൺഷിപ്പിൽ നിന്ന് ഇറങ്ങി വെളിയിലേക്ക് വന്നു. ഞങ്ങൾ ഇവിടെ ടിഫിൻ എന്നാണ് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇഡ്ഡലിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു. ആ പോകുന്ന അവർ കുറേ നേരമായിട്ട് ആ കുട്ടികൾ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ക്യാമറ ഏതാ, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ ആൾ വന്ന് കുറേ നേരം സംസാരിച്ചു. വേറെ ഒന്നുമില്ല, വണ്ടിയെക്കുറിച്ചാണ്. പുള്ളിയും EV അല്ല പഞ്ച് പെട്രോൾ മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ചും റേറ്റും കാര്യങ്ങളൊക്കെ പുള്ളി 2 വർഷം മുൻപാണ് പഞ്ച് വാങ്ങിച്ചത്. അപ്പോൾ ആ സമയത്ത് ടിയാഗോ ആയിരുന്നു സ്റ്റാർട്ടിങ് റേഞ്ചിലുണ്ടായിരുന്നു, പഞ്ചില്ലായിരുന്നു. അപ്പോൾ പുള്ളി പറയായിരുന്നു നല്ലതായിരുന്നു EV വാങ്ങിക്കുമായിരുന്നെങ്കിൽ. അപ്പോൾ ആ ഒരു രീതിയിൽ പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് യാത്ര തുടരുവാണ്. ഷെറിൻ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ ഷെറിൻ ഇതുവരെയായിട്ടും ദൂരം ഓടിച്ചിട്ടില്ല വണ്ടി. അപ്പോൾ ഇന്നൊരു ചാലഞ്ചാണ്. ഷെറിൻ ഇന്ന് ദൂരം വണ്ടി ഓടിക്കാനായിട്ട് പോകും അല്ലേ ഷെറിനെ? കൊമാട്ടിച്ചെരു. ഇതിൻ്റെ സൗണ്ട് ഭയങ്കര കൂടുതലാണ്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ വാഗനറിൻ്റെ അകത്ത് സൗണ്ട് ഉണ്ട്, പക്ഷേ ഇത്ര ഇറിറ്റേറ്റിംഗ് അല്ല. ഇതാണെങ്കിൽ ഭയങ്കര സൗണ്ട് കുറച്ച് കൂടുതലാണ്. സേഫ്റ്റി കൂടുതലല്ലേ? അതെ സേഫ്റ്റി കൂടുതലായതുകൊണ്ടായിരിക്കും കൂടുതൽ ഒച്ച കൊടുത്തേക്കുന്നത്. അതെ സത്യം പറഞ്ഞാൽ അങ്ങ് മെനക്കെട്ട് നമ്മൾ ഇടും, വേറെ ഒന്നുമല്ല. ഈ ഒച്ച കേട്ട് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ആരും ഇല്ലെങ്കിൽ നമ്മൾ ആരും ഇല്ലെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ട് വെച്ചേക്കും. പക്ഷേ ഈ ഫ്രണ്ട് സീറ്റിൽ എപ്പോഴും ഇടുന്നത് കൊണ്ട് ചിലപ്പോൾ ഇടത്തില്ലായിരിക്കും. അപ്പോൾ കയറി ഇരിക്കുമ്പോഴേ ഒച്ച ഇങ്ങനെ തുടങ്ങും. പക്ഷേ നല്ല കാര്യമാണ്, സേഫ്റ്റി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. ടോപ്പ് മോഡലിനകത്ത് നമുക്ക് ഡയറക്റ്റ് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ USB വഴിയെ കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ USB വഴി കണക്ട് ചെയ്ത് മാപ്പ് ഒന്ന് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് കൊമാട്ടിച്ചെരു ആണ് പോകേണ്ടത്. കൊമാട്ടിച്ചെരു ഓക്കെ. കൊമാട്ടിച്ചെരു സിദ്ദിപ്പേട്ട് 2 മണിക്കൂർ 11 മിനിറ്റാണ് കാണിക്കുന്നത്. പഞ്ച് EV പല വേരിയൻറ്റിൽ വരുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 വേരിയൻറ്റ് വരുന്നുണ്ട്. സൺറൂഫ് ഉള്ളത്, സൺറൂഫ് ഇല്ലാത്തത്, പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് ഉള്ളത്, ഫാസ്റ്റ് ചാർജിങ് ഇല്ലാത്തത്, അലോയ് ഉള്ളത്, ഇല്ലാത്തത്, അങ്ങനെ പല വേരിയൻസ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ 2 വേർഷനിലാണ് വരുന്നത്. ഒരെണ്ണം മീഡിയം റേഞ്ചും അതുപോലെ തന്നെ ലോങ് റേഞ്ചിലുമാണ് വരുന്നത്. മീഡിയം റേഞ്ചിൽ അവർ ക്ലെയിം ചെയ്യുന്നത് 300 ആണ്. എന്താ ARI സർട്ടിഫൈഡ് റേഞ്ച് 300 ആണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു 200 പറയുന്നു. അതായത് നമ്മൾ സിറ്റിയിലല്ല കുറച്ച് ഇതായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കുറച്ച് റഫായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 180 നമുക്ക് ലഭിക്കുന്നത്. ഈ മോഡൽ ലോങ് റേഞ്ച് ആണ്. ഇതിൽ അവർ ക്ലെയിം ചെയ്യുന്നത് 420 കിലോമീറ്റേഴ്സാണ്. നമുക്ക് 310 കിലോമീറ്റർ, 320 പറയുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നൊരു എങ്ങനെ പോയാലും നമ്മളെങ്ങനെ ഉപയോഗിച്ചാലും ഒരു 280 കിലോമീറ്റർ കിട്ടും. ഞാൻ ഇത് വാങ്ങിക്കാനായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ദൂരെയൊക്കെ യാത്ര ചെയ്യണം.
ചെയ്യണമെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. ചാർജേഴ്സ് ഒക്കെ മിക്കവാറും സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. നേരത്തെ പോലെയല്ല, ഇപ്പോൾ EVസിൻ്റെ എണ്ണം ഒത്തിരി കൂടിയിട്ടുണ്ട്. അപ്പോൾ ചാർജേഴ്സ് നമുക്ക് മിക്കവാറും കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് ഈ വണ്ടി 5 EV നമുക്ക് വേറെ ചാർജിങ് സ്റ്റേഷനിലും ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല. നമുക്ക് ദൂരെയൊക്കെ പോകാനാണെങ്കിലും ബാംഗ്ലൂരും കേരളമൊക്കെ പോകാനാണെങ്കിലും ഞാൻ കുറേ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചായിരുന്നു. ഞാൻ ആദ്യമേ വിചാരിച്ച ചെറിയൊരു EV എടുക്കാവുന്നതാണ്. ഈ ഒരു 200 കിലോമീറ്റേഴ്സ് ഉള്ള ഒരു EV എടുക്കാമെന്നാണ് വിചാരിച്ചത്, റേഞ്ച് ഉള്ളത്. ഞാൻ പിന്നീട് ചിന്തിച്ചപ്പോൾ നമ്മൾ ഏതായാലും EV എടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ വണ്ടി നമ്മൾ തൊടത്തില്ല. ഞാൻ പിന്നീട് ഒരു പെട്രോൾ വണ്ടിയും കൂടി എടുക്കണമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഏതായാലും ഇത് എടുക്കാം, മാക്സിമം യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് ഈ വണ്ടി നമ്മൾ വാങ്ങിക്കുന്നത്. ഈ സൈഡിലുള്ളത് ഇവിടുത്തെ ഒരു ഫേമസ്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കോളേജാണ്, ശ്രീനിധി കോളേജ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് അതെ സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് കയറണം. അപ്പോൾ വഴി കുറച്ച് ദൂരം മോശം വഴിയാണ്. ഞങ്ങൾ ഓർത്തത് ഇങ്ങനെ ഡീവിയേഷൻ കാണിച്ചു. ORR ചില സമയങ്ങളിൽ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു വഴി കൂടെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ടെറൈനിലും നമ്മൾ വണ്ടി ഒന്ന് ഓടിച്ച് ഒന്ന് പരിചയമാകാൻ പറ്റുമല്ലോ. അപ്പം ഇതാണ് ഓഫ് റോഡിങ് ഓടിക്കുന്ന ആൾ. ഇതാണ് ഇന്നൊരു ചാലഞ്ചാണ് ഷെറിൻ മൊത്തം 100 കിലോമീറ്റർ ഓടിക്കും എന്നുള്ളത്. ഷെറിൻ നേരത്തെ വണ്ടി ഉണ്ടായിരുന്ന സമയത്ത്, വാഗനർ ഉണ്ടായിരുന്ന സമയത്ത് ഗിയർ മാറ്റുന്ന കാര്യത്തിലൊക്കെ നന്നായിട്ട് ഓടിക്കും. പക്ഷേ കൂടുതലും ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ല. വേറെ ഒന്നുമല്ല, ഞാനെപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഉപയോഗിച്ചില്ല. ചില ദൂരങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് തന്നെ അടുത്തൊക്കെ വണ്ടി കൊണ്ട് പോകും, എന്നാലും ദൂരം ഓടിച്ചിട്ടില്ല അങ്ങനെ. അപ്പോൾ ഇതാണെങ്കിൽ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് ബാറ്ററി വണ്ടി ആയതുകൊണ്ട് കാല് കൊടുക്കുക, ബ്രേക്കും ആക്സിലറേഷനും ഒക്കെ ഉള്ളു. വണ്ടിക്ക് വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും അത്രയില്ല. അത് കുറച്ച് സുഖമാണ് കേട്ടോ. വണ്ടിയുടെ വെയിറ്റ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. വെയിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ യാത്രയൊക്കെ നല്ല സുഖമാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നെ ഇടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു യാത്ര ഞങ്ങൾക്ക് ഈ ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഒരു യാത്ര ചെയ്യാവുന്നുള്ള രീതിയിലാണ് ഇന്ന് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വണ്ടിയുടെ ഒരു വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും. സോ ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് 5 EV? നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ നേരത്തെ വാഗ്നർ ഓടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും, ഞാൻ അത്ര എക്സ്പേർട്ട് ഡ്രൈവറൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് എപ്പോഴും ഗിയറിന്റെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഗിയറിന്റെ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ എപ്പോഴും ഗിയർ വണ്ടി ഓടിക്കുന്നതാണ് നല്ലത്. അങ്ങനെയല്ല, ഓടിച്ച് പഠിക്കുന്നതാണ് നല്ലത്. അതെ, പക്ഷെ എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ ഏത് ഗിയറാ, ഇനിയിപ്പം ഞാൻ സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാ എടുക്കുന്നത് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനാണ്. നമുക്ക് ആ ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. പിന്നെ എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം? എന്താ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം? എനിക്ക് വണ്ടിയുടെ വലിപ്പം കറക്റ്റ് അറിയാത്തതുകൊണ്ട് എത്രത്തോളം സൈഡ് കൊടുക്കണം എന്നുള്ളതാണ്. അത് കുഴപ്പമില്ല, അത് പെട്ടെന്ന് മാറിക്കോളൂ. അത് കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ ഈ വണ്ടിയിൽ വേറെ കുറെ എനിക്ക് പറ്റുന്ന കുറെ സാധനങ്ങളുണ്ട്. കാരണം വണ്ടി പുറകോട്ട് പോകത്തില്ല. ഓട്ടോ ഹോൾഡ് ഒക്കെ ഉള്ളത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം ഈ മറ്റേ വണ്ടി ഓടിക്കുമ്പം ചില സമയത്ത് ക്ലച്ചൊക്കെ ചവിട്ടുമ്പോൾ വണ്ടി ഓഫായി പോകും. പിന്നെ ചിലപ്പം പുറകോട്ടൊക്കെ പോകത്തില്ല. നമ്മൾ ഈ യൂട്ടേൺ ഒക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ വണ്ടി ബാക്കിലോട്ട് പോകുമ്പോൾ ഭയങ്കര ഗിയർ വണ്ടി ഓടിക്കും. അല്ല, എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഈ ഒന്ന് ശീലം ഓൾറെഡി ആ ഒരു ടെക്നിക്കും കാര്യങ്ങളൊക്കെ അറിയാലോ, അതിന്റെ സിസ്റ്റം മനസ്സിലായല്ലോ. ഇനിയിപ്പം ഇത് കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ റൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പം. പെട്രോൾ വണ്ടി എന്നല്ല, ഗിയറുള്ള വണ്ടി പറ്റത്തില്ല, ഓടിക്കത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് പേഴ്സണലി, എനിക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് ഇത് എളുപ്പമായിട്ട് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 EVയും അതുപോലെ തന്നെ ഈ ഒരു വഴിയും അതുപോലെ തന്നെ ഹൈദരാബാദിൻ്റെ ഈ ഒരു വഴിയും ഗ്രാമക്കാഴ്ചകളും അതുപോലെ തന്നെ കൃഷികളും എല്ലാം കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ORRൻ്റെ സർവീസ് റോഡിലാണ് പോകുന്നത്. സോ ഹൈദരാബാദ് ഈസ് യെല്ലോ നൗ. ഓക്കെ, 2 സൈഡിലും മഞ്ഞ കളറിലെ പൂക്കൾ കാണാനായിട്ട് സാധിക്കും. ചൂടായി വരുവാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ നല്ല ചൂടായിക്കൊണ്ടിരിക്കുവാണ്. പതുക്കെ മാറി മാറി വരുന്നു. ഹൈദരാബാദ് ഈസ് ഓൾസോ പിങ്ക്. കുറേ പിങ്ക് പൂക്കളുള്ള മരങ്ങൾ കാണാനായിട്ട് സാധിക്കും.
ഈ ഒരു പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ എത്ര പോയി കഴിഞ്ഞാലും എത്ര അവിടെ വിസിറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു എന്നാ പറഞ്ഞ അതിനോടുള്ളൊരു താല്പര്യം പോകത്തില്ല. ഈ നേച്ചർ എവിടേക്കാണ് വരുന്നത്, ആ ഒരു ഭംഗി നമ്മൾ എത്ര ആസ്വദിച്ചെന്ന് പറഞ്ഞാലും വീണ്ടും പിന്നീട് നമുക്ക് വീണ്ടും പോയാലും നമ്മളത് ബോറടിക്കത്തില്ല ഒരിക്കലും, അല്ലേ? ഇപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു പാർക്കാണെങ്കിലോ അമ്യൂസ്മെൻറ്റ് പാർക്കോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പാർക്കുകളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാൻമെയ്ഡ് ആണെങ്കിൽ നമ്മളൊരു 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മ്യൂസിയം ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു 2-3 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനായിട്ട് തോന്നത്തില്ല. ഇപ്പം നാട്ടിലാണെങ്കിൽ തന്നെ മൂന്നാർ, വയനാട് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അത് എത്ര പോയെന്ന് പറഞ്ഞാലും 10 പ്രാവശ്യം പോയെന്ന് പറഞ്ഞാലും ആ ഒരു പ്രകൃതി ഭംഗി നമുക്ക് എപ്പോഴും ഒരു പുതുമയായിരിക്കും, അല്ലേ? അതാണ്. ഇപ്പോൾ ഈ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കൊമാട്ടിച്ചേരും എനിക്ക് വന്ന 4ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. പക്ഷേ ആ ഒരു അല്ലേ യാത്ര 4 പ്രാവശ്യം പോയിട്ടില്ലേ? ബൈക്കിൽ പോയിട്ടുണ്ട്, നമ്മൾ തന്നെ പോയിട്ടുണ്ട്. ആ ഷനിലായിട്ട് നമ്മൾ പോയില്ലേ? ഇല്ല, ഓക്കെ ഓക്കെ. ആ 3ാമത്തെ പ്രാവശ്യം അല്ലേ? ചമ്മി. ആ 3ാമത്തെ. ഓക്കെ 3ാമത്തെ പ്രാവശ്യം. എന്നാലും 3ാമത്തെ പ്രാവശ്യമല്ലേ? ആ ഓക്കെ. അപ്പം 3ാമത്തെ പ്രാവശ്യമാണ്. ആ ഈ ഒരു വഴി അല്ലേ, വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കാനാണെങ്കിൽ ഈ വഴി ബെസ്റ്റാണ്. നോക്കി ഇങ്ങനെ അങ്ങ് കിടക്കുവാണ്, തിരക്കൊന്നും ഇല്ലാതെ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 13 കിലോമീറ്ററാണ് കവർ ചെയ്തേക്കുന്നത്. 13 കിലോമീറ്ററാണ് കവർ ചെയ്തേക്കുന്നത്. ഇനി 87 കിലോമീറ്റർ കൂടെയുണ്ട്. അതിവിടെ അല്ലേ നമ്മൾ വീട് എടുക്കാൻ നേരത്തായിരുന്നല്ലോ പണ്ട് നമ്മൾ ബൈക്കിന്. അത് നമ്മുടെ ഇത് RS200. ഇവിടെ കുറേ പാടങ്ങളും കാര്യങ്ങളൊക്കെ എന്നെ രസമാണ് കാണാനായിട്ട്. വേറെ ഒന്നല്ല, നമ്മൾ ഈ സിറ്റിക്കകത്ത് താമസിക്കുന്നവർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പൊല്യൂഷനും അതുപോലെ തന്നെ ഒച്ചയും ബഹളവും പിന്നെ വണ്ടിയുടെ ഒച്ചകൾ, അതുപോലെ തന്നെ നേച്ചർ അവിടെ കാണുന്നില്ല. അപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. ഇതെന്താ ഇവിടെ മാത്രം ഒന്നും ഇല്ലാത്ത മരങ്ങളൊക്കെ ഇങ്ങനെയാണ് നിൽക്കുന്നത്? ഓക്കെ, അല്ലായിരിക്കും. ആണോ? എനിക്കൊന്ന് വന്ന് പോയതായിരിക്കും അല്ലേ? അല്ല, ഇതിന്റെ അടിയിലെല്ലാം ചെതല് പിടിച്ചിരിക്കുന്നു. ഓക്കെ, എന്തോ അത് പൂ വരുന്ന സമയത്ത് ഇലകൾ ഉണ്ടാവില്ല അല്ലേ? പാടം കണ്ടില്ലേടി? സൂപ്പർ. ഗോപ്രോയിലെ ചാർജ് വളരെ കുറവാണ്. ഞാൻ USB എടുത്താണ്. എൻ്റെ ഐപാഡിൻ്റെ USB ആണ്. രണ്ടും C ടൈപ്പ് ഐപ്പ്. അങ്ങനെ ഇതിനകത്ത് നമ്മളൊരു USB യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് മാപ്പ് കാണാനായിട്ട് പറ്റത്തില്ല. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അകത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു മാപ്പിന് മാത്രമാണ്, വേറെ യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. USB ഇല്ലാത്ത നമുക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, ടോപ്പ് എൻഡ് മോഡലുണ്ട്. ടോപ്പ് എൻഡ് മോഡലിന് ഉള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ട്, മറ്റേ വയർലെസ് ആയിട്ടുള്ള കണക്ഷനാണ്. പിന്നെ അതുപോലെ സ്ക്രീനും നല്ല വലിയ വലിപ്പമുള്ള സ്ക്രീനാണ് വരുന്നത്. അതുപോലെ തന്നെ മൊബൈലിൽ നമുക്ക് ഇതില്ലാതെ വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അലോയ് വീൽസ് ഉണ്ട്. ഇതൊക്കെയാണ് ടോപ്പ് എൻഡിൽ വരുന്നത്. പിന്നെ ഷോർട്സ് വേണ്ടേ? ഷോർട്സ് എങ്ങനെ എല്ലാം കൂടെ എടുക്കുന്നുണ്ട്? അതെ, നീ എടുക്കണം. എടുത്താ എന്താ കുഴപ്പം? എന്തോ ഇപ്പോഴാണ് മനസ്സിലായത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതുപോലെ വണ്ടി ബാക്ക് കിട്ടിയില്ല. വേറെ ഒന്നുമല്ല, എന്നെ കുറിച്ചാണ് പറയുന്നത് ഇവിടെ. ഞാൻ എന്തോ യാത്രയൊക്കെ പോകുമ്പോൾ ഷെറിനോട് ഇങ്ങനെ ഷോർട്സ് എടുക്കുന്ന കാര്യവും അതുപോലെ എന്തോ ആംഗിളിൽ എടുക്കണം, അങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്.
സൈഡിൽ ഇരുന്നപ്പോഴാണ് മനസ്സിലായത്. ഇതെല്ലാം കൂടെ മനസ്സിലായതല്ല, അറിയാം എന്നാലും. അതല്ല, വീഡിയോ എടുക്കണം, വ്ളോഗിന്റെ വീഡിയോ എടുക്കണം, ഷോർട്ടിന്റെ വീഡിയോ എടുക്കണം, മാപ്പ് നോക്കണം, പിന്നെന്തുവാ ഓഡിയോ നോക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വഴി തെറ്റിയാ അതും ഞാൻ നോക്കാത്തതിന്റെയെന്ന് പറയും. അതല്ല, നമുക്ക് നല്ല വീഡിയോ കിട്ടാനല്ലേ. ഇപ്പോഴും അത് തന്നെ, ഇപ്പോഴും നല്ല വീഡിയോ കിട്ടും. വീഡിയോ എടുക്കും, ഷോർട്സ് എടുക്ക്, എടുക്കുന്ന ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഏതായാലും നന്നായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ, അടിപൊളിയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഭയങ്കര സംഭവമാണ്, പ്രോ ലെവലായി. ഒന്ന് പൊക്കി വിട്ട്. ഷെറിൻ വണ്ടി നന്നായിട്ട് ഓടിക്കാൻ പഠിച്ചിട്ട് വേണം എനിക്ക് വെറുതെ ഇവിടെ ഇരിക്കാൻ. വെറുതെ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. വീഡിയോ എടുക്കണം, മാപ്പ് നോക്കണം, ഷോർട്സ് എടുക്കണം. അയ്യോ എനിക്ക് വയ്യ, തകർക്കും. അങ്ങനെ ഏകദേശം 25 കിലോമീറ്റർ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഷാമീർപേട്ട് ലേക്കിൻ്റെ ആ സൈഡിൽ വണ്ടി ജസ്റ്റ് ഒന്ന് നിർത്തി. ഇവിടെ കുറേ ആൾക്കാർ, ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ റീൽസിൻ്റെ അകത്തും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ റീൽസിൻ്റെ അകത്ത് കാണുന്ന പോലെ എല്ലാ കാര്യങ്ങളൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആവണമെന്നില്ല. ഏതായാലും ഷാമീർപേട്ട് ലേക്കിൻ്റെ സൈഡിലാണ് എത്തി. 50 കിലോമീറ്റർ കവർ ചെയ്തു. ഇനിയൊരു 50 കിലോമീറ്റർ ആണോ? കറക്റ്റ് ഹാഫ് അല്ലേ? അതെ, കറക്റ്റ് ഹാഫാണ്. 51 കിലോമീറ്റർ കവർ ചെയ്തു. അങ്ങനെ യുക്കാലിപ്റ്റസ് മരങ്ങളും പിന്നെ കാടും അതെല്ലാം നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. ഗോപ്രോയ്ക്കകത്ത് ചാർജ് ഇല്ലായിരുന്നു, കുത്തിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഏതായാലും ഞങ്ങളിവിടെ വന്ന് ഇവിടെ ഒന്ന് നിർത്തി. അവിടെ ഒരു ചേച്ചി ചോളം കനലിൽ വെച്ച് ഇങ്ങനെ ചുടുന്നു. അപ്പോൾ നമുക്ക് ആ ചേച്ചിയോട് വർത്താനം പറയാം, കുറച്ച് ചോളം മേടിക്കാം. നല്ല ചൂടാണ്, നല്ല വെയിലാണ്, വെയിലത്തിരുന്നാണ് ആ ചേച്ചി ചെയ്യുന്നത്. ഏതായാലും ജസ്റ്റ് ഒന്ന്. അതെ, ഈ വഴിയിലെല്ലാം വഴി നീളെ ഇങ്ങനെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മാർക്കറ്റിൻ്റെ സ്ഥലം വന്നായിരുന്നു. അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിറ്റിയിലോട്ടൊക്കെ അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ വരുന്നത്. വെജിറ്റബിൾസ് ഒക്കെ വലിയൊരു മാർക്കറ്റ്, ഭയങ്കര തിരക്ക്. വണ്ടികളും ലോറിയിലൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത്, പച്ചക്കറികളൊക്കെ കൊണ്ടുപോകുന്നത്. അയ്യോ, QR കോഡ് ചെയ്യാൻ പറ്റുമോ അക്ക? ഫോൺ പേ ചെയ്യോച്ചാ? നമ്പർക്ക് ചെയ്യോച്ചാ? ഓക്കെ. നല്ല പൊരി വെയിലത്താണ് ചേച്ചി ഇവിടെ ഇങ്ങനെ ഇത് ചൂടുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് ചോളവും കുക്കുംബറും കഴിച്ചു. അങ്ങനെ യാത്ര വീണ്ടും തുടരാനായിട്ട് പോവാണ്. അപ്പം കുക്കുംബർ അവർ തൊലിയോടുകൂടെയാണ് തന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് കത്തി വല്ലതും ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചെത്തി നമുക്ക് കഴിക്കാം. അപ്പോൾ പിന്നെ വീണ്ടും ഞങ്ങൾ അറിയത്തില്ല, അവർ കഴുകി വെച്ചേക്കുവാന്ന് പറഞ്ഞു. നമുക്ക് അറിയത്തില്ലല്ലോ, വഴി സൈഡിൽ നിന്ന് കഴിക്കുന്നല്ലേ. അങ്ങനെ ഞങ്ങൾ ഫൈനലി സിദ്ദിപ്പേട്ട് എത്തിയിരിക്കുന്നു. ഷെറിനാണ് വണ്ടി ഓടിച്ചത്. ഈ ഒരു 100 കിലോമീറ്റർ ആദ്യമായിട്ടാണ് വണ്ടി ഇത്രയും ദൂരം ഓടിക്കുന്നത് തന്നെ. അതെ, ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് വണ്ടി 100 കിലോമീറ്റർ ഓടിച്ചു. അതുപോലെ തന്നെ 80 കിലോമീറ്ററിൻ്റെ മേളിൽ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വണ്ടി ഓടിച്ച് ലാസ്റ്റ് സിദ്ദിപ്പേട്ട് ആ ഒരു ടൗണിൻ്റെ അകത്തോട്ട് കയറി. ഇനി ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, ഇനി അധികം ദൂരമില്ല. ഇപ്പം വേറൊരു വണ്ടി കുറേ നേരമായിട്ട് ചാർജിങ് സ്റ്റേഷൻസ് അവർ നോക്കുന്നുണ്ട്. കുറേ പെട്രോൾ പമ്പിലൊക്കെ കയറി. സിട്രിയോൺ എന്ന് പറഞ്ഞ വണ്ടിയാണ് ആ വണ്ടി. സിട്രിയോണിൻ്റെ ഇപ്പോൾ നമുക്ക് റേഞ്ച് കുറവാണെങ്കിൽ അവർ ആൻസൈറ്റി ഉണ്ടാകത്തുള്ളൂ. നമുക്ക് കുഴപ്പമില്ല. നമുക്കിനിയിപ്പം ഏതായാലും 300 കിലോമീറ്റേഴ്സ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക്
തോന്നുന്നില്ല, ഏതായാലും നമുക്ക് നോക്കാം. 400 ആണ് സർട്ടിഫൈഡ് റേഞ്ച്, പക്ഷേ 300 ആണ് റിയൽ ടൈം റേഞ്ച് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ഓൾറെഡി 65% ആണ് ഇനി ബാക്കിയുള്ളത്. 65% ആണ് ബാക്കിയുള്ളത്. 100 കിലോമീറ്റർ കവർ ചെയ്തു ആ ഒരു റേഞ്ചിൽ. അപ്പം നമ്മൾ ഓടിക്കുന്നതിൻ്റെ കണ്ടീഷനും ഐഡിയൽ ഡ്രൈവിംഗ് കണ്ടീഷൻ IDC ആ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ഈ ഒരു റേഞ്ച് കിട്ടുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ഉണ്ട്, ക്രൂസ് മോഡ് യൂസ് ചെയ്യുന്നതും അതെല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും സിദ്ദിപ്പേട്ട് എത്തി. ജസ്റ്റ് ഞങ്ങൾ സിദ്ദിപ്പേട്ട് കാണാനായിട്ട് വന്നതല്ല, ഒരു ഡ്രൈവ് എന്നുള്ള രീതിയിൽ എന്നാലും ഒന്ന് വന്നതല്ലേ, ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് പെട്ടെന്ന് തിരിച്ച് ഞങ്ങൾ പോകും. അപ്പോൾ ഇതൊക്കെയാണ്. സോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് EV that to this long 100 kilometers? വെരി നൈസ്. ആദ്യമായിട്ടാണ് ഏതായാലും ഇത്രയും ദൂരം വണ്ടി ഓടിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 3 മോഡുണ്ട്. ഇപ്പോൾ എക്കോ മോഡിലാണ് പോകുന്നത്. വഴി നല്ല വഴിയാണ്, അതുപോലെ നന്നായിട്ട് നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും. അപ്പോൾ എക്കോ മോഡിൽ നിന്ന് ഞാൻ സ്പോർട്സ് മോഡിലേക്ക് ഇടാൻ പോവുകയാണ്. ഇവിടെയാണ് 2 ബട്ടണാണുള്ളത്. ഡിഫോൾട്ടായിട്ട് സിറ്റി മോഡാണ്, അല്ലാതെ വരുന്നതാണ് സ്പോർട്സ് മോഡും എക്കോ മോഡും. എക്കോ മോഡിലോട്ട് ഇടാൻ പോവുക. നല്ല പവറാണ്. സ്പോർട്സ് മോഡ് ഇതല്ലേ. അങ്ങനെ ഇട്ടപ്പോഴത്തേക്കിന് 170 കാണിച്ച റേഞ്ച് ഇപ്പോൾ 144 മാറി. വെറും സെക്കൻഡ്സ് കൊണ്ടാണ് 120 കയറുന്നത് വണ്ടി. നല്ല പവർഫുള്ളാണ്. ഞങ്ങളിപ്പോൾ സിദ്ദിപ്പേട്ടിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓൾറെഡി അവിടെ സ്ഥലം നേരത്തെ കണ്ടിട്ടുള്ളത് കൊണ്ട് അവിടെ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് അവിടെ കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് വന്നത് ജസ്റ്റ് വണ്ടിയുടെ ആ ഒരു റേഞ്ചും ഒക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ജസ്റ്റ് ഒരു ഡ്രൈവ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ടാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ ഒത്തിരി നേരം സമയം സ്പെൻഡ് ചെയ്തില്ല. ഇനി ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോയപ്പോഴത്തേക്കിനും ഡ്രൈവറും മാറി. എനിക്ക് ഓടിക്കണം, എനിക്ക് ഇങ്ങനത്തെ വഴിയിൽ ഓടിക്കണം. ഞാൻ ഓടിച്ചോളാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയി വണ്ടി ഓടിക്കുന്നത്. ഇപ്പൊ നമുക്ക് 54% ആയി. അതെ, ചാർജ് ആൻഡ് 164 എത്ര 154 കിലോമീറ്റേഴ്സ് നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് പിന്നെ നമ്മൾ AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസം വരും. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് 153 ആണ്. ഞാൻ AC ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. ഇവിടെ കാണിച്ചു 153 ആണ്. കാണാൻ പറ്റുന്നുണ്ടോ? 153 ആണ്. AC നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 170 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഡിഫറൻസസ് വരും കിലോമീറ്ററിൽ. അപ്പം അതുപോലെയാണ് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വണ്ടിയിൽ ഉപയോഗിക്കുന്നത്, ഇപ്പം അതിനനുസരിച്ചാണ് വണ്ടിയുടെ റേഞ്ച് വ്യത്യാസം വരുന്നത്. അടുക്കാറായി. ഇനി ഏകദേശം 23 കിലോമീറ്ററും കൂടി ഉള്ളു. ORR ആണ്, പെട്ടെന്ന് എത്തും. ഇവിടെ കാണിക്കുന്നത് 20 മിനിറ്റാണ്, 20-25 മിനിറ്റാണ് സമയം കാണിക്കുന്നത്. 29% ചാർജാണ് ഇപ്പോൾ വണ്ടിയിലുള്ളത്. 75 കിലോമീറ്ററാണ് ഈ ഒരു 29% ചാർജിന് പോകുന്നത്. അപ്പോൾ ഏതായാലും നോക്കാം. ലാസ്റ്റ് നമുക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞ് നോക്കണം എത്ര കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടെന്ന്, നമുക്ക് എത്ര റേഞ്ച് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കണം. ഏതായാലും നമുക്ക് റേഞ്ച് 200 and something ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഏതായാലും ഇപ്പം ഞാൻ തന്നെ ഉള്ളു. ഷെറിനെ വീട്ടിൽ
ഡ്രോപ്പ് ചെയ്തു. പെട്ടെന്ന് വെളിയിലോട്ടൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങണമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ടും കൂടെ വന്ന് ഇറങ്ങി. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ വണ്ടി ഇപ്പം വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, വണ്ടിയിൽ 10% ചാർജേ ഉള്ളൂ. കിലോമീറ്റർ ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ ചാർജ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ 10% ചാർജേ വണ്ടിക്കകത്തുള്ളൂ. അപ്പോൾ എത്ര എക്സാക്ട്ലി ഇപ്പോൾ 9% ആയി. ഇപ്പോൾ എക്സാക്ട്ലി എത്ര കിലോമീറ്റർ ഓടിയെന്ന് അറിയത്തില്ല, പോയി നോക്കണം. എനിക്ക് തോന്നുന്ന ഒരു 240 വല്ലതും മാക്സിമം മാത്രമേ ആയിരിക്കാം ഓടിയിരിക്കുന്നത്, എനിക്കറിയില്ല, നോക്കണം. അപ്പം എനിക്ക് തോന്നുന്നല്ല, ഞങ്ങളൊരു 80% വണ്ടി എക്കോ മോഡിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. സ്പോർട്സ് മോഡ് വളരെ കുറച്ച് സെക്കൻഡ്സ് മാത്രം 1-2 പ്രാവശ്യം ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. വണ്ടി കൂടുതലും എക്കോ മോഡിലാണ് ഓടിയത്. എക്കോ മോഡിലാണ് കൂടുതൽ റേഞ്ച് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ മേ ബി നമ്മൾ ഒരു 120 സ്പീഡിൽ 100 മേളിലോട്ടൊക്കെ സ്പീഡിൽ പോയത് കൊണ്ടായിരിക്കാം റേഞ്ച് കുറവായിരുന്നു. പിന്നെ അവർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടിയുടെ റേഞ്ച് കറക്റ്റായിട്ട് ഏതാണ്ട് ഇത്ര കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഇത്ര സമയം കഴിയുമ്പം അവർ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ റേഞ്ച് കൂടുമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, അങ്ങനെ ഈ ഒരു പഞ്ചോണസ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെ പഞ്ചോണസ് എന്നല്ല, ടാറ്റയുടെ EV വണ്ടികൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്. അങ്ങനെ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അവർ വെറുതെ പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മൾ ആ വണ്ടിയായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് നമ്മൾ ആ ഒരു ഡ്രൈവിങ് EV ആയിട്ടൊന്ന് അഡ്ജസ്റ്റായി വരുമ്പോൾ ആ ഒരു റേഞ്ച് കിട്ടുമെന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല. അതുവഴി അവരങ്ങനെ ഉള്ള രീതിയിൽ നിങ്ങൾക്ക് കിട്ടുമെന്നാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർ പറഞ്ഞ അപ്ഡേഷൻ വരുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ചിലപ്പോൾ അതായിരിക്കും അവർ ഉദ്ദേശിച്ചത്, മേ ബി. ഏതായാലും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതലും വീഡിയോസ് വരുന്ന ദിവസം ഇടുന്നതായിരിക്കും. വണ്ടിയുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, വേരിയൻറ്റ്, അതുപോലെ തന്നെ ചാർജിങ്ങിനെ കുറിച്ച്, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ്, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ വരുന്ന ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒത്തിരി യാത്രകളൊക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. വീഡിയോ എടുക്കുന്നതായിരിക്കും, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യമായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ചാർജ് 8% അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ആ ഒരു ആപ്പിൻ്റെ അകത്ത് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ ആഡ് ചെയ്തില്ല. അപ്പോൾ അതൊന്ന് നോക്കുമായിരുന്നു. അതായത് വണ്ടി നമ്മൾ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നോടം വരെയുള്ള കിലോമീറ്ററാണ് അതിൻ്റെ അകത്ത് റെക്കോർഡ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പ്ലാൻഡ് ട്രിപ്സ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ വണ്ടി ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് പല പ്രാവശ്യം ഓൺ ചെയ്ത് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കിടക്കുന്നത്. അപ്പോൾ ടോട്ടൽ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ടോട്ടൽ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം എത്ര കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 252.7 കിലോമീറ്റർ ആണ് നമുക്ക് 100%, അതായത് തിരിച്ചു വന്നപ്പോൾ 8% ചാർജ് ഉണ്ടായിരുന്നു. അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 8%. ഞാൻ സാധാരണ ഒരു ദിവസം വൺ സൈഡ് ഞാൻ പോകുന്നത് 30 കിലോമീറ്റേഴ്സ് ആണ്. അതിൽ 10% ആണ് ചാർജ് പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ 20യും കൂടെ ആഡ് ചെയ്യാം. ഒരു 250 + 20, അപ്പോൾ 250, 60, 70 ഏകദേശം 270 കിലോമീറ്റർ ആണ് എനിക്ക് ഫുൾ ചാർജിൽ ലഭിച്ചത്. പിന്നെ അതുമല്ല, ഞാൻ ഇന്നലെയും ഇവിടെ ഷോറൂം വരെ ഒന്ന് പോയി വേറൊരു കാര്യത്തിന് എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്, രജിസ്ട്രേഷൻ്റെ. അപ്പോൾ അവരും പറഞ്ഞു ഫസ്റ്റ് സർവീസിൽ അവർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തും. ഫസ്റ്റ് സർവീസിലോ അല്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴോ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തും. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ റേഞ്ച് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഏതായാലും 270 കിലോമീറ്റർ ലഭിച്ചു. പിന്നെ അതുമല്ല, നമ്മുടെ ഈ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലും എല്ലാം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം നമ്മൾ പതുക്കെ ഒന്ന് ശീലമായി വരുന്നതേ ഉള്ളൂ ഓടിക്കുന്ന രീതി. ഏതായാലും നമുക്ക് ഈ ആപ്പിൻ്റെ അകത്ത് കുറേ നേരം എടുത്ത് ഇത് മനസ്സിലാക്കാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓരോരോ വണ്ടി ഓൺ ചെയ്യുന്ന അതിൻ്റെ ഇടയ്ക്കുള്ള കിലോമീറ്ററാണ്. ഇത് കൂടാതെ നമ്മൾ എത്ര ഹാർഷ് ബ്രേക്ക് ചെയ്തു, എത്ര പ്രാവശ്യം നമ്മൾ ഹോൺ അടിച്ചു, അല്ലെങ്കിൽ എവിടേക്കാണ് നമ്മൾ ടോപ്പ് സ്പീഡിൽ പോയത്, 80 കിലോമീറ്റർ സ്പീഡിലോ, അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് ഒരു ഗ്രാഫ് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് വണ്ടിയുടെ വീഡിയോയുടെ കൂടെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഒരു 270-280 കിലോമീറ്റർ നമുക്ക് ഫുൾ ചാർജിൽ വണ്ടിക്ക് ലഭിക്കും.